ഈ കാലടി സർവകലാശാല, ശ്രീശങ്കര സർവകലാശാല, അവിടെ എനിക്ക് തോന്നുന്നു ശ്രീശങ്കര ദർശനങ്ങൾക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു പ്രശ്നമുള്ളതുണ്ടോ. അതുപോലെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല, അവിടെയും രാമായണവും ശ്രീരാമനും ഒക്കെയാണ് പ്രശ്നം, ബാക്കി ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സാറ് അതിൻ്റെ ഒരു അനുഭവസ്ഥനാണല്ലോ. തീർച്ചയായിട്ടും ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ അവിടെ സംസ്കൃതത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചതുമാണ് പല ഘട്ടങ്ങളിൽ. എനിക്കുണ്ടായിട്ടുള്ള അനുഭവം മലയാളം യൂണിവേഴ്സിറ്റിയിലാണ്. എഴുത്തച്ഛൻ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ പേര്. എഴുത്തച്ഛൻ്റെ തുഞ്ചൻപറമ്പിനടുത്താണ് ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ്റെ പേരിൽ അവിടെ ചെയറൊക്കെ ഉണ്ട്, പാഠ്യപദ്ധതിയൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അവിടെ എഴുത്തച്ഛൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇതൊരു വിഷയമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കഴിഞ്ഞ വർഷം അവിടെ ഒരു രാമായണ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ എന്നെ പ്രഭാഷകനായിട്ട് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഞാൻ മാത്രമല്ല, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ജയകുമാർ സാറുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ മലയാളത്തിൽ അറിയപ്പെടുന്ന അക്കാദമിക പണ്ഡിതനും കവിയുമായിട്ടുള്ള ദേശമംഗലം രാമകൃഷ്ണ മാഷും ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരാണ് വിഷയാവതാരകരായിട്ട് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 പേരും സംസാരിച്ചു. ഞാനാണ് അവസാനം സംസാരിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിച്ചതിന് ശേഷം പിന്നീട് ഞാൻ കാണുന്നത് അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ വേദി ഹാളിനകത്ത് പ്ലക്കാർഡുകൾ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവമെന്നും. ഞാൻ സംസാരം തുടർന്നു. സംസാരം കഴിഞ്ഞ് നല്ല സംവാദവും കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നു, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവമെന്ന്. പിന്നെയാണ് മനസ്സിലായിട്ടുള്ളത്, എഴുത്തച്ഛനെക്കുറിച്ചോ രാമായണത്തെക്കുറിച്ചോ അവിടെ ഇതുവരെ ആരും സംസാരിക്കാൻ വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ആദ്യമായിട്ടാണ് ആ യൂണിവേഴ്സിറ്റിയിൽ രാമായണത്തെക്കുറിച്ച്, എഴുത്തച്ഛനെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ ധാരണ. കാരണം അതുകൊണ്ടാണല്ലോ അവർ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവതരിപ്പിച്ച വിഷയം ഇത്രയേ ഉള്ളൂ. ഞാൻ രാമായണത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, എഴുത്തച്ഛനെക്കുറിച്ചും പറഞ്ഞു. എൻ്റെ വിഷയം വേറെയായിരുന്നു. എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഈ നവോത്ഥാന കാലത്തിലെ നമ്മുടെ നേതാക്കന്മാരുടെ, നവോത്ഥാന നായകരുടെ വിഷൻ എന്ന് പറയുന്നത് ഭാരതീയമായിരുന്നു. അത് യൂറോപ്യൻ ആശയമായിരുന്നില്ല എന്ന് ഞാൻ തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണം ഉണ്ടായിരുന്നു. കാരണം രണ്ടാം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നവോത്ഥാന പ്രവർത്തനങ്ങളെ കാണേണ്ടതെന്ന് ഞാൻ സ്ഥാപിച്ചത് എൻ്റെ ഉദാഹരണം വെച്ച് സ്ഥാപിച്ചു. അത് നാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ, ചട്ടമ്പിസ്വാമിയുടെ ദർശനങ്ങൾ, വാഗ്ബടാനന്ദൻ്റെ ദർശനങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ സ്ഥാപിച്ചു. ഇവരൊക്കെ പിൻപറ്റിയിട്ടുള്ളത് ഭാരതീയമായ ദർശനങ്ങളായിരുന്നു. അവരൊരിക്കലും ഈ വെസ്റ്റേൺ യൂറോപ്പിലുള്ള നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ പിൻപറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു 12 മുതൽ 17 വരെ ഉണ്ടായിട്ടുള്ള ഭാരതത്തിലെങ്ങും അലയടിച്ചിരുന്ന ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒരു 2ാം പതിപ്പായിട്ട് ഇതിനെ കാണണം എന്ന് ഞാൻ തെളിവടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു. അതൊരു ഗവേഷണത്തിൻ്റെ ഭാഗമാണ്. ഒരു ആപ്ലിക്കേഷൻ, ഒരു തിയറി എൻ്റെ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. പക്ഷേ ആ ഒരു ആശയത്തോട് അവർക്ക് യാതൊരു വിധത്തിലുള്ള സഹിഷ്ണുതയും ഇല്ലാതെയാണ് അവർ പെരുമാറിയിട്ടുള്ളത്. പല കുട്ടികളും ചോദ്യം ചോദിച്ചു, അധ്യാപകർ ചോദ്യം ചോദിച്ചു. അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. നമുക്ക് ആ സംവാദം അക്കാദമിക്കായിട്ട് ഇവിടെ അവസാനിച്ചതാണ്. പക്ഷേ പിന്നെ കാണുന്നത് ഈ മുദ്രാവാക്യം വിളിയും തെറിവിളികളൊക്കെ തന്നെയാണ്. അത് വളരെ വിവാദമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇതൊക്കെ സംഭവിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എഴുത്തച്ഛൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോലും എഴുത്തച്ഛനെയോ രാമായണത്തെയോ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന രീതിയിൽ പഠിപ്പിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമല്ലേ. അതിൻ്റെ ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു അധ്യാപകൻ പറയുകയാണ്, ഇനി ഗസ്റ്റുകളെയൊക്കെ വിളിക്കുമ്പോൾ നമ്മളോട് കൂടി ആലോചിക്കണം, അതായത് വിദ്യാർത്ഥികളോട് കൂടി ആലോചിക്കണം എന്ന് മാത്രമേ, എന്നിട്ട് വേണം ഗസ്റ്റുകളെ വിളിക്കാൻ എന്ന് ദേശമംഗലം മാഷയെപ്പോലുള്ള വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള അധ്യാപകൻ എനിക്കൊന്ന് വേദിയിൽ പറഞ്ഞു. ഞാൻ പോകട്ടെ, കുഴപ്പമില്ല, ഞാൻ ജൂനിയറാണല്ലോ. പക്ഷേ ഇദ്ദേഹം ഇരിക്കുന്ന വേദിയിലാണ് പറഞ്ഞിട്ടുള്ളത്, ഇനി ഗസ്റ്റിനെ വിളിക്കുമ്പോൾ നമ്മളോട് വിദ്യാർത്ഥികളോട് കൂടി ആലോചിക്കണമെന്നൊരു അധ്യാപകൻ പറയേണ്ട ഘട്ടത്തിലേക്ക് വന്നു അവിടെ, അത് VC ഇരിക്കുന്ന വേദിയിൽ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവിടുത്തെ അധ്യാപകർ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എന്തുകൊണ്ടാണ് കുട്ടികളെ കുറഞ്ഞു വരുന്നത്?
പഠിക്കാൻ ആളില്ലാത്തത്? എന്തുകൊണ്ട് കുട്ടികൾ പുറത്തേക്ക് പോകുന്നു? ഞാൻ വിടുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളൊന്നായിട്ടുള്ള ഈ ഡൽഹി യൂണിവേഴ്സിറ്റി എന്നാണ്. അതിൻ്റെ ആദരവ് വേണ്ട, പക്ഷേ ഒരു ഗസ്റ്റാണല്ലോ നമ്മൾക്ക്. ആ ഗസ്റ്റിനെ മുൻനിർത്തി അവിടെ ഇരുത്തിയിട്ട് ഇനി ഗസ്റ്റിനെ വിളിക്കുമ്പോൾ ഞങ്ങളോട് ആലോചിക്കുന്നത് നമ്മളൊക്കെ മോശക്കാരാണെന്നല്ലേ അർത്ഥം വരിക. ഞാൻ പോട്ടെ, ദേശമംഗലം മാഷയെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഔചിത്യമില്ലായ്മ പോലും അവിടുത്തെ പ്രൊഫസർമാർ കാണിച്ചു എന്നുള്ളത് ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. എൻ്റെ അനുഭവം മാത്രം പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു വിടുന്നത് ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ. എതിർ ശബ്ദങ്ങൾ അതെത്ര സമർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞാലും, എതിർ ശബ്ദം മീൻസ് അക്കാദമിക്കായിട്ട് പറഞ്ഞാലും അത് അംഗീകരിക്കില്ല. അതേസമയം ഒന്നുമില്ലാത്ത നിങ്ങൾ വഷളത്തരം, വെഡ്ഡിത്തം നിങ്ങൾ പറഞ്ഞു നോക്കൂ, അവരുടെ ആശയത്തിൽ അവരംഗീകരിക്കും, കൈയടിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർ ശബ്ദം എത്ര സമർത്ഥമായിട്ട് എത്ര അന്വേഷിച്ച് കണ്ടെത്തി പറഞ്ഞാലും നിങ്ങൾക്ക് അവിടെ അംഗീകരിക്കപ്പെടില്ല. ഇത് പലപ്പോഴും നമ്മുടെ അക്കാദമിക സംവാദങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ അക്കാദമിക അന്തരീക്ഷത്തെ മലീമസമാക്കിയിട്ടുണ്ട്. ഇത് പൊതുസമൂഹം അറിയേണ്ടതല്ലേ? തീർച്ചയായും അറിയണം. പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്.